എവറസ്റ്റ് കൊടുമുടി, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതശിഖരം. അജയ്യമെന്ന് കരുതപ്പെട്ടിരുന്ന ഈ ഉത്തുംഗ ശൃംഗവും ഒരു നാൾ മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ ശിരസ് നമിച്ചു. 1953 മെയ് 29 ന്യൂസിലൻഡുകാരനായ എഡ്മണ്ട് ഹിലാരിയും നേപ്പാളുകാരനായ ടെൻസിംഗ് നോർഗയും എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മനുഷ്യരായി. പിന്നീട് 6664 പേർ എവറസ്റ്റ് കൊടുമുടിയിലെത്തിയിട്ടുണ്ട്. ഷെർപ്പ കാമി റീത്ത 29 തവണ എവറസ്റ്റ് കയറി. എന്നാൽ പർവ്വതാരോഹണ സൗകര്യങ്ങൾ തീരെ കുറവായിരുന്ന ഒരു കാലത്ത് എവറസ്റ്റ് കയറാൻ ഹിലാരിക്കും ടെൻസിംഗിനും നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും അതേ അളവിൽ പിൻഗാമികൾക്ക് ഉണ്ടായി കാണാൻ ഇടയില്ല. അവരുടെ ഉജ്ജ്വല നേട്ടത്തെ വേറിട്ട് നിർത്തുന്നതും ഇതുതന്നെ. ഹിമാലയത്തിൽ ടിബറ്റ് നേപ്പാൾ അതിർത്തിയിലാണ് എവറസ്റ്റ് കൊടുമുടിയുടെ സ്ഥാനം. സമുദ്രനിരപ്പിൽ നിന്ന് 8848 മീറ്റർ 86 സെന്റിമീറ്റർ ഉയരം. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സർവേയർ ജനറലായിരുന്ന ജോർജ് എവറസ്റ്റിന്റെ പേരാണ് ഈ കൊടുമുടിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. സാഗർ മാത എന്ന് നേപ്പാളികളും ചോമോ ലുഗ്മ എന്ന് ടിബറ്റുകാരും ഈ കൊടുമുടിയെ വിളിക്കുന്നു. ലോകത്തിന്റെ അമ്മദേവത എന്നാണ് ചോമോ ലുഗ്മ എന്ന വാക്കിനർത്ഥം. 6 കോടി വർഷം മുമ്പ് ഇന്ത്യൻ യൂറോപ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിച്ചാണ് എവറസ്റ്റ് കൊടുമുടി രൂപപ്പെട്ടത് എന്നാണ് ശാസ്ത്ര നിഗമനം. ഈ കൂട്ടിയിടിയുടെ ഫലമായി 2500 കിലോമീറ്റർ നീളമുള്ള ഹിമാലയ പർവ്വതം രൂപം കൊണ്ടു. നിഗൂഢതകൾ ഒളിപ്പിച്ച ഒരു കോട്ട പോലെ ആകാശം മുട്ടെ ഉയർന്നു നിന്ന ഹിമവാൻ ആളുകളെ അങ്ങോട്ട് മാടി വിളിച്ചുകൊണ്ടിരുന്നു. എവറസ്റ്റ് കീഴടക്കാൻ ഔദ്യോഗികമായി അറിയപ്പെടുന്ന ശ്രമങ്ങൾ ഉണ്ടാകുന്നത് 1920-കൾ മുതലാണ്. ഹിമാലയത്തിൽ തീർത്തും ഒറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ സമീപത്തേക്ക് പോകാൻ നേപ്പാൾ ഭാഗത്ത് നിന്ന് റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. പർവ്വതാരോഹകർക്ക് വേണ്ട ഭക്ഷണവും മറ്റ് സാമഗ്രികളും അങ്ങോട്ട് ചുമന്നു കൊണ്ടുപോകണം. വർഷത്തിൽ 2 തവണയാണ് എവറസ്റ്റ് കീഴടക്കാൻ കാലാവസ്ഥ അനുകൂലമായ സമയം. മൺസൂണിന് മുമ്പുള്ള ഏപ്രിൽ മെയ് മാസങ്ങളും മൺസൂണിന് ശേഷമുള്ള സെപ്റ്റംബർ മാസവും. മൺസൂൺ ആരംഭിച്ചാൽ ഹിമാലയത്തിൽ മഞ്ഞുവീഴ്ച തുടങ്ങും. ഒക്ടോബറിൽ തുടങ്ങുന്ന ശീതക്കാറ്റ് മാർച്ച് വരെ നീണ്ടു നിൽക്കും. ഈ സമയത്തൊന്നും കൊടുമുടി കയറ്റം സാധ്യമല്ല. -36 ഡിഗ്രി സെൽഷ്യസ് മുതൽ -19 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എവറസ്റ്റിലെ ശരാശരി താപനില. വഴിയും കാലാവസ്ഥയും മാത്രമല്ല പ്രശ്നം. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന പ്രദേശങ്ങളിലെത്തുമ്പോൾ മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും പ്രശ്നമാണ്. 7600 മീറ്റർ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശങ്ങളെ ഡെത്ത് സോൺ എന്നാണ് വിളിക്കുന്നത്. ഓക്സിജന്റെ അളവ് ഇവിടെ വളരെ കുറവായിരിക്കും. തന്മൂലം ശ്വാസോച്ഛ്വാസ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭക്ഷണം വേണ്ടവിധം ദഹിക്കില്ല. ഉറക്കം കുറയും. ചിന്തകൾ പതറിപ്പോകും. ഏതു പ്രവർത്തനവും ബുദ്ധിമുട്ടേറിയതായി തീരും. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ വരാം. ഓക്സിജന്റെ കുറവ് മൂലം തലച്ചോറിലേക്ക് കൂടുതൽ രക്തം പ്രവഹിച്ച് ബോധക്ഷയമോ മരണമോ സംഭവിക്കാം. പർവ്വതാരോഹകർ കൂടെ കൊണ്ടുപോകുന്ന സിലിണ്ടറുകളിൽ നിന്ന് ഓക്സിജൻ ശ്വസിച്ചാണ് ഇത്തരം പ്രശ്നങ്ങൾ
ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. എവറസ്റ്റ് കൊടുമുടിയിലേക്ക് 2 വഴികളാണുള്ളത്. ഗുംബു ഹിമാനിയും സൗത്ത് കോളും വഴിയുള്ള സതേൺ റൂട്ടും ആദ്യകാല പർവ്വതാരോഹകർ ചിലർ പോയിരുന്ന നോർത്തേൺ റൂട്ടും. ഹിലാരിയും ടെൻസിംഗും കൊടുമുടി കീഴടക്കാൻ പോയ സതേൺ റൂട്ടാണ് ഇപ്പോൾ കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത്. ഒരു ചൈനീസ് സംഘം നോർത്തേൺ റൂട്ടിലൂടെ 1960-ൽ കൊടുമുടിയിലെത്തി. കൂടുതൽ ദുർഗമമായ കിഴക്കൻ റൂട്ട് അധികമാരും തിരഞ്ഞെടുക്കാറില്ല. ആദ്യകാല പർവ്വതാരോഹകർ മിക്കവരും മിലിറ്ററി പശ്ചാത്തലം ഉള്ളവരായിരുന്നു. മലകയറ്റം പുരോഗമിക്കുന്നതിനിടെ ഇടയ്ക്കിടെ ക്യാമ്പുകളിൽ വിശ്രമിച്ച് ക്രമാനുഗതമായി മുകളിലേക്ക് കയറുന്ന സീജ് ക്ലൈംബിംഗ് രീതിയാണ് ഇവർ പിന്തുടർന്നത്. ഉദാഹരണത്തിന് സതേൺ റൂട്ടിലൂടെ കയറുന്നവർ 5400 മീറ്റർ ഉയരത്തിലുള്ള ബേസ് ക്യാമ്പിൽ താമസിച്ച് എവറസ്റ്റിന്റെ കാലാവസ്ഥയുമായി ഇണങ്ങിയ ശേഷമാണ് കൊടുമുടി കയറ്റം നടത്തുക. 1890-കളിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ആർമി ഓഫീസർമാരായ ഫ്രാൻസിസ് യങ്, ചാൾസ് ബ്രൂസ് എന്നിവർ എവറസ്റ്റ് കയറുന്നതിനെപ്പറ്റി ആലോചന നടത്തിയെങ്കിലും അത് പ്രവൃത്തിപഥത്തിലെത്തിയില്ല. 1921-ൽ നോർത്തേൺ റൂട്ട് വഴി എവറസ്റ്റ് കയറാൻ ശ്രമിച്ച AM കെല്ലാസ് ഹൃദയാഘാതം മൂലം മരിച്ചു. ബ്രിഗേഡിയർ ജനറൽ CG ബ്രൂസിന്റെ നേതൃത്വത്തിലുള്ള സംഘം 1922-ൽ എവറസ്റ്റ് കൊടുമുടി കയറാൻ ശ്രമം നടത്തി. ബ്രൂസും മറ്റൊരു സംഘാംഗമായ പിൻഡും 8320 മീറ്റർ വരെ ഉയരത്തിലെത്തി. അടുത്ത ദിവസമുണ്ടായ മഞ്ഞിടിച്ചിലിൽ സംഘത്തിലുണ്ടായിരുന്ന 9 ഷെർപ്പകൾ ഒഴുകിപ്പോയി. സംഘത്തിന് തിരിച്ചു പോരേണ്ടി വന്നു. 1924-ൽ ബ്രൂസും സംഘവും മറ്റൊരു ശ്രമം നടത്തി. സംഘത്തിൽപ്പെട്ട നോർട്ടൺ 8565 മീറ്റർ വരെ ഉയരത്തിലെത്തി. കൂടുതൽ ഉയരത്തിലേക്ക് കയറാൻ ശ്രമിച്ച ജോർജ് മാലറി, ആൻഡ്രൂ ഇർവിൻ എന്നിവരെ കാണാതായി. മാലറിയുടെ മൃതദേഹം കൊടുമുടിക്ക് 2000 അടി താഴെയായി 1999-ൽ കണ്ടെത്തി. എവറസ്റ്റ് കീഴടക്കാൻ പിന്നെയും ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. 1950-ൽ ടിബറ്റിനെ ചൈന കൈയടക്കിയതോടെ നോർത്തേൺ റൂട്ട് വഴിയുള്ള എവറസ്റ്റ് കയറ്റം തടയപ്പെട്ടു. സതേൺ റൂട്ട് വഴി എവറസ്റ്റ് കയറാൻ നേപ്പാൾ അനുവാദം നൽകി. ബ്രിട്ടീഷ് ആർമി ഓഫീസർ ജോൺ ഹണ്ടിന്റെ നേതൃത്വത്തിലുള്ള പർവ്വതാരോഹക സംഘം 1953-ൽ എവറസ്റ്റ് കയറാൻ തീരുമാനിച്ചു. ഈ സംഘത്തിൽ അംഗമായിരുന്നു എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും. ന്യൂസിലൻഡിൽ 1919 ജൂലൈ 20-ന് ജനിച്ച ഹിലാരിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മല കയറാൻ വലിയ കമ്പമായിരുന്നു. 20-ാം വയസ്സിൽ 1933 മീറ്റർ ഉയരമുള്ള ന്യൂസിലൻഡിലെ മൗണ്ട് ഒലിവിയർ കയറി വൈദഗ്ധ്യം പ്രകടമാക്കി. മലകയറ്റത്തിന് ഇണങ്ങുന്ന മെലിഞ്ഞു നീണ്ട ശരീരപ്രകൃതിയായിരുന്നു ഹിലാരിയുടേത്. 2-ാം ലോക മഹായുദ്ധകാലത്ത് റോയൽ ന്യൂസിലൻഡ് എയർഫോഴ്സിൽ നാവിഗേറ്റർ ആയി ജോലി നോക്കി. യുദ്ധം കഴിഞ്ഞപ്പോൾ വീണ്ടും പർവ്വതാരോഹണ ശ്രമങ്ങൾ. എവറസ്റ്റ് കയറാൻ 1951-ൽ ശ്രമം നടത്തിയ ബ്രിട്ടീഷ് സംഘത്തിൽ അംഗമായിരുന്നു ഹിലാരി. നേപ്പാളിലെ 8188 മീറ്റർ ഉയരമുള്ള ചോ ഉയു കൊടുമുടി കയറാൻ ഹിലാരി 1952-ൽ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ബ്രിട്ടീഷ് സംഘത്തിന്റെ 1953-ലെ എവറസ്റ്റ് ദൗത്യത്തിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ചപ്പോൾ ഹിലാരി അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു.
1952 എവറസ്റ്റ് കൊടുമുടിയുടെ മുകൾ ഭാഗത്തിന് 240 മീറ്റർ വരെ അടുത്തെത്തിയ സ്വിസ് പർവ്വതാരോഹക സംഘത്തിൽ അംഗമായിരുന്നു ടെൻസിംഗ്. 1914 മേയിൽ ജനിച്ച ടെൻസിംഗിന്റെ ആദ്യ പേര് നംഗ്യാൽ വാൻഗ്ഡി എന്നായിരുന്നു. വടക്ക് കിഴക്കൻ നേപ്പാളിലെ ടെങ്ബോച്ചയിലാണ് ജനനം. ടിബറ്റിൽ ജനിച്ച ടെൻസിംഗ് നേപ്പാളിലേക്ക് കുടിയേറിയതാണെന്ന വാദവുമുണ്ട്. സന്യാസിയാകാൻ ബുദ്ധമത ആശ്രമത്തിൽ 19-ാം വയസ്സിൽ ടെൻസിംഗിനെ ചേർത്തതാണ്. അതിന് താല്പര്യമില്ലാതെ അവിടെ നിന്ന് ഒളിച്ചോടി ഇന്ത്യയിലെ ഡാർജിലിംഗിലെത്തി. പർവ്വതാരോഹകരുടെ കേന്ദ്രമായിരുന്നു അന്ന് ഡാർജിലിംഗ്. ബ്രിട്ടീഷ് പർവ്വതാരോഹക സംഘങ്ങളുടെ സാധന സാമഗ്രികൾ ചുമക്കുന്ന പോർട്ടറായിട്ടാണ് ടെൻസിംഗിന്റെ തുടക്കം. പിന്നെ ഗൈഡായി. ഇങ്ങനെ പല സംഘങ്ങളുടെ കൂടെ പോയപ്പോൾ പർവ്വതാരോഹണം ടെൻസിംഗിനും ആവേശമായി. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ജോൺ ഹണ്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഗുംബു ഹിമാനി റൂട്ടിലൂടെ എവറസ്റ്റ് കയറാനാണ് തീരുമാനിച്ചത്. 362 പോർട്ടർമാരും 20 ഷെർപ്പ ഗൈഡുകളും ഉൾപ്പെടെ മൊത്തം 400 പേർ സംഘത്തിലുണ്ടായിരുന്നു. സംഘം രണ്ടായി തിരിഞ്ഞ് 1953 മാർച്ച് 10-നും 11-നുമായി യാത്ര തുടങ്ങി. മാർച്ച് 26, 27 തീയതികളിലായി അവർ ടെങ്ബോച്ചെ എന്ന സ്ഥലത്തെത്തി. മഞ്ഞുമലയിലെ കാലാവസ്ഥയുമായി ശരീരം താദാത്മ്യം പ്രാപിക്കുന്നതിനുള്ള പരിശീലനങ്ങളുമായി 2 ആഴ്ച അവിടെ കഴിഞ്ഞു. ഏപ്രിൽ 12-ന് സമുദ്രനിരപ്പിൽ നിന്ന് 5455 മീറ്റർ ഉയരത്തിലുള്ള ബേസ് ക്യാമ്പിലെത്തി. ഉയരത്തിലേക്ക് ചെല്ലുന്തോറും ഓക്സിജന്റെ അളവ് കുറയും. അതിനാൽ പരിചയസമ്പന്നരായ പർവ്വതാരോഹകർ വലിയ ഉയരമുള്ള കൊടുമുടികൾ കയറുമ്പോൾ സിലിണ്ടറിൽ ഓക്സിജൻ കൊണ്ടുപോകേണ്ടി വരാറുണ്ട്. എവറസ്റ്റ് പോലെ വലിയ ഉയരമുള്ള ഒരു കൊടുമുടി കയറുക അപകടം നിറഞ്ഞ ഒരു ഉദ്യമമാണ്. ഉയർന്ന ശാരീരിക ക്ഷമതയും പരിചയവും നിശ്ചയദാർഢ്യവും ഉള്ളവർക്കേ അത് സാധ്യമാവൂ. കൊടുമുടിയുടെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ വളരെ പരിചയസമ്പന്നരായ മലകയറ്റക്കാർ പോലും പലവിധ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ശരാശരി 14 കിലോഗ്രാം ഭാരം വഹിച്ചുകൊണ്ടാണ് മല കയറുന്നത്. അതിശൈത്യ കാലാവസ്ഥ, മഞ്ഞുകാറ്റും മണ്ണിടിച്ചിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. കുത്തനെയുള്ള കയറ്റങ്ങൾ കയറാൻ ഐസ് ആക്സ് എന്ന മഞ്ഞു കോടാലിയുടെയും റോപ്പിന്റെയും സഹായം വേണ്ടിവരും. ഇതിന് പരിശീലനം ആവശ്യമുണ്ട്. മുകൾ ഭാഗത്തുള്ള മഞ്ഞിൽ ഐസ് ആക്സ് എറിഞ്ഞു പിടിപ്പിക്കും. അതിൽ റോപ്പ് ഘടിപ്പിച്ച ശേഷം അതിൽ പിടിച്ചാണ് മുകളിലേക്ക് കയറുക. അതീവ ശ്രദ്ധയും സൂക്ഷ്മതയും ബാലൻസിങ്ങും ഇതിന് ആവശ്യമാണ്. നേപ്പാളിലൂടെ എവറസ്റ്റ് കയറാൻ കുറഞ്ഞ പ്രായം 16 വയസ്സാണ്. ഉയർന്ന പ്രായപരിധി ഇല്ല. യുചിറോ മിയൂറ എന്ന 80-കാരൻ 2013 എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. ശ്വസന സഹായിയായി ക്ലോസ്ഡ് സർക്യൂട്ട് ഓക്സിജൻ സിസ്റ്റം ഉപയോഗിക്കുന്ന ടോം ബോർദിലോണും ചാൾസ് ഇവാനും അടങ്ങുന്ന ടീം ആദ്യം എവറസ്റ്റ് കൊടുമുടി കയറട്ടെ എന്നായിരുന്നു സംഘനേതാവായ ജോൺ ഹണ്ടിന്റെ തീരുമാനം. ഓപ്പൺ സർക്യൂട്ട് ഓക്സിജൻ സിസ്റ്റം ഉപയോഗിക്കുന്ന ഹിലാരിയും ടെൻസിംഗും അടങ്ങുന്ന ടീം രണ്ടാമതായി അതിനു ശ്രമിക്കും. 2 ടീമുകളും ഉദ്യമത്തിൽ വിജയിക്കണമെന്നില്ല. അതിനാൽ വിൽഫ് നോയ്സും മൈക്ക് വാർഡും അടങ്ങുന്ന മൂന്നാമതൊരു ടീമിനെയും തീരുമാനിച്ചു.
പർവ്വതാരോഹകരും സഹായികളും അടങ്ങിയ സംഘം ഏപ്രിൽ 15-ന് 5900 മീറ്റർ ഉയരത്തിലെത്തി. രണ്ടാമത്തെ ക്യാമ്പ് സ്ഥാപിച്ചു. മുകളിലേക്ക് കയറുംതോറും മലകയറ്റം കൂടുതൽ ദുഷ്കരമായി വന്നു. മെയ് 17-ന് 7300 മീറ്റർ ഉയരത്തിൽ ഏഴാമത്തെ ക്യാമ്പ് ഒരുക്കി. മെയ് 22-ന് ഹിലാരിയും ടെൻസിംഗും 7906 മീറ്റർ ഉയരത്തിലുള്ള സൗത്ത് കോളിലെത്തി. എവറസ്റ്റ് കൊടുമുടിക്കും ലോഡ്സെ കൊടുമുടിക്കും ഇടയിലുള്ള ഒരു പർവ്വത ശിഖരമാണ് സൗത്ത് കോൾ. 2 ദിവസത്തിനു ശേഷം സംഘത്തലവൻ ഹണ്ട്, ബോർദിലോൺ, ഇവാൻസ് എന്നിവരും ഏതാനും ഷെർപ്പകളോടൊപ്പം സൗത്ത് കോളിലെത്തി. അവിടെ കാറ്റ് ശക്തമായി വീശുന്നുണ്ടായിരുന്നു. കാലാവസ്ഥ പൊതുവെ അനുകൂലമായിരുന്നു. മെയ് 26-ന് എവറസ്റ്റിന് മുകളിലെത്താൻ ശ്രമിച്ച ബോർദലോണും ഇവാൻസും കൊടുമുടിയുടെ 8750 മീറ്റർ ഉയരമുള്ള ദക്ഷിണ ശിഖരത്തിലെത്തി. അവിടെ നിന്ന് കൊടുമുടിയിലേക്ക് 100 മീറ്റർ ദൂരമേയുള്ളൂ. ഓക്സിജൻ സിസ്റ്റത്തിന്റെ വാൽവിന് കേടുവന്നതിനാലും സമയം വൈകിയതിനാലും അവർക്ക് ദൗത്യം പൂർത്തിയാക്കാനാവാതെ മടങ്ങേണ്ടി വന്നു. മെയ് 28-ന് ഹിലാരി, ടെൻസിംഗ്, ലോവ്, ഗ്രിഗറി, ആങ്ക്നൈമ എന്നിവർ 8500 മീറ്റർ ഉയരത്തിലെത്തി ക്യാമ്പ് സ്ഥാപിച്ചു. അന്നു രാത്രി അവിടെ തങ്ങി. മെയ് 29-ന് പുലർച്ചെ തന്നെ മല കയറാനായിരുന്നു തീരുമാനം. അതിരാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഹിലാരിയുടെ ബൂട്ടുകൾ ടെന്റിന് പുറത്ത് മഞ്ഞിൽ ഉറച്ചുപോയിരുന്നു. ഒരു സ്റ്റൗ ഉപയോഗിച്ച് ചൂടാക്കി ബൂട്ടുകൾ മഞ്ഞിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ 2 മണിക്കൂർ സമയമെടുത്തു. 14 കിലോഗ്രാം തൂക്കം വരുന്ന സാധനങ്ങളും ചുമലിലേറ്റി ഹിലാരിയും ടെൻസിംഗും രാവിലെ 6:30-ഓടെ കൊടുമുടി കയറ്റത്തിന്റെ അന്തിമഘട്ടം ആരംഭിച്ചു. 9 മണിയോടെ എവറസ്റ്റിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ശിഖരത്തിലെത്തി. 12 മീറ്ററോളം നീളത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറ മുകളിലേക്കുള്ള കയറ്റത്തിൽ വലിയ തടസ്സമായി നിലകൊണ്ടു. പാറ കൊടുമുടിയുടെ പ്രധാന ഭാഗത്തോട് ചേരുന്ന സ്ഥലത്ത് ചെറിയൊരു വിടവ് ഹിലാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഐസ് ആക്സുകൾ ഉപയോഗിച്ച് ഹിലാരി ആ വിടവിലൂടെ മുകളിലേക്ക് നുഴഞ്ഞു കയറി. ഐസ് ആക്സ് കൊണ്ട് ഓരോ പടിയും തീർത്ത് സാവധാനമാണ് കയറ്റം. ടെൻസിംഗ് ഹിലാരിയെ അനുഗമിച്ചു. വളരെ നേരം ഇങ്ങനെ ആയാസപ്പെട്ട് കയറ്റം തുടർന്നിട്ടും കൊടുമുടിയുടെ അഗ്രം കാണാതെ വന്നപ്പോൾ നിരാശ തോന്നിയെന്ന് ഹിലാരി ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും കയറ്റം തുടർന്നു. കുറെ കഴിഞ്ഞപ്പോൾ കൊടുമുടിയുടെ അഗ്രം കണ്ടു. അതോടെ ആവേശമായി. 11:30-ന് ഹിലാരി കൊടുമുടിയുടെ മുകളിലെത്തി. പിന്നാലെ ടെൻസിംഗും. മനുഷ്യന്റെ സാഹസിക ചരിത്രത്തിലെ ഉജ്ജ്വല നേട്ടങ്ങളിലൊന്ന്. 15 മിനിറ്റോളം അവർ എവറസ്റ്റിന്റെ മുകളിൽ ചെലവഴിച്ചു. ടെൻസിംഗ് കൊടുമുടിയിൽ നിൽക്കുന്ന ഫോട്ടോ ഹിലാരി എടുത്തു. എന്നാൽ ഹിലാരിയുടെ ഫോട്ടോ എടുത്തില്ല. അദ്ദേഹം അതിന് വിസമ്മതിക്കുകയായിരുന്നെന്ന് ടെൻസിംഗിന്റെ ആത്മകഥയിൽ പറയുന്നു. ഹിലാരിയാണ് കൊടുമുടിയിൽ ആദ്യമായി കാലുകുത്തിയതെന്നും താൻ അദ്ദേഹത്തെ പിന്തുടരുകയായിരുന്നുവെന്നും ടെൻസിംഗിന്റെ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. സാഗർ മാതയ്ക്കുള്ള നിവേദ്യമായി ടെൻസിംഗ് കൊടുമുടിയിൽ ചോക്ലേറ്റുകൾ വെച്ചു. സംഘത്തലവൻ ജോൺ ഹണ്ട് നൽകിയ ഒരു കുരിശ് ഹിലാരി കൊടുമുടിയിൽ വച്ചിട്ടു പോന്നു. കൊടുമുടിയിൽ നിന്നുള്ള ഇറക്കവും ദുഷ്കരമായിരുന്നു. കയറിപ്പോയ പാതകളിലെല്ലാം മഞ്ഞുമൂടി നിറഞ്ഞിരുന്നു. വളരെ ആയാസപ്പെട്ട് അവർ താഴേക്കിറങ്ങി ക്യാമ്പിലെത്തി. അവിടെ ആഹ്ലാദത്തിന്റെ ആരവമായിരുന്നു.
ഏതാനും ദിവസത്തിനു ശേഷം അവർ കാഠ്മണ്ഡുവിൽ മടങ്ങിയെത്തി. എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണ ദിവസമാണ് എവറസ്റ്റ് കീഴടക്കിയ വാർത്ത ബ്രിട്ടനിലെത്തിയത്. രാജ്ഞിക്കുള്ള ഒരു ഉപഹാരമാണിതെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചു. ഹിലാരിക്കും ജോൺ ഹണ്ടിനും രാജ്ഞി പ്രഭു പദവികൾ നൽകി. നേപ്പാളി പൗരനായ ടെൻസിംഗിന് ജോർജ് മെഡൽ സമ്മാനിച്ചു. നേപ്പാളിലെ ത്രിഭുവൻ രാജാവ് ടെൻസിംഗിന് സ്റ്റാർ ഓഫ് നേപ്പാൾ ബഹുമതി നൽകി. എവറസ്റ്റ് കീഴടക്കുമ്പോൾ 33 വയസ്സായിരുന്നു ഹിലാരിക്ക് പ്രായം. ടെൻസിംഗിന് 39 വയസ്സും. ഹിലാരി അതിനുശേഷം ഹിമാലയത്തിലെ 10 കൊടുമുടികൾ കൂടി കീഴടക്കി. കോമൺവെൽത്ത് ട്രാൻസ് അന്റാർട്ടിക് പര്യവേക്ഷണ സംഘത്തിലെ അംഗമായി. അദ്ദേഹം 1958 ജനുവരി 4 ദക്ഷിണ ധ്രുവത്തിലെത്തി. 1985 നീൽ ആംസ്ട്രോങ്ങുമൊത്ത് ഒരു ചെറുവിമാനത്തിൽ ഹിലാരി ഉത്തരധ്രുവത്തിലുമെത്തി. അങ്ങനെ എവറസ്റ്റ് കൊടുമുടിയിലും ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലും കാലുകുത്തുന്ന ആദ്യത്തെ മനുഷ്യനായി തീർന്നു എഡ്മണ്ട് ഹിലാരി. ജപ്പാൻകാരിയായ ജംഗോ ടോബോയാണ് എവറസ്റ്റ് കയറുന്ന ആദ്യ വനിത. 1975 അവർ ഈ നേട്ടം കൈവരിച്ചത്. അമേരിക്കക്കാരനായ 13-കാരൻ ജോർദാൻ റൊമേറോ ആണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാൾ. ആദ്യ നേട്ടം കൈവരിച്ചവർ എന്ന നിലയിൽ ഹിലാരിക്കും ടെൻസിംഗിനും എവറസ്റ്റ് പർവ്വതാരോഹണത്തിന്റെ ചരിത്രത്തിൽ സവിശേഷ സ്ഥാനമാണുള്ളത്. 1985 മുതൽ 1988 വരെ ഇന്ത്യയിലെയും നേപ്പാളിലെയും ന്യൂസിലൻഡ് ഹൈക്കമ്മീഷണറായിരുന്നു ഹിലാരി. പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകനായി മാറിയ അദ്ദേഹം മരണം വരെ ഇന്ത്യയുമായും നേപ്പാളുമായും അടുത്ത സൗഹൃദം തുടർന്നു. 2008 ജനുവരി 11 കഥാവശേഷനായി. എവറസ്റ്റ് ദൗത്യത്തിൽ വിജയിച്ച ടെൻസിംഗിന് ഇന്ത്യയിലും നേപ്പാളിലും വലിയ സ്വീകരണം ലഭിച്ചു. പിന്നീടും പല പർവ്വതാരോഹണ ദൗത്യങ്ങളിൽ ടെൻസിംഗ് പങ്കാളിയായി. 1964 ഡാർജിലിംഗിൽ ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചപ്പോൾ ടെൻസിംഗിനെ അതിൽ ഫീൽഡ് ട്രെയിനിങ്ങിന്റെ ഡയറക്ടറായി നിയമിച്ചു. ഇന്ത്യൻ പൗരത്വം കൂടി ഉണ്ടായിരുന്ന ടെൻസിംഗിനെ 1959 ഇന്ത്യ ഗവൺമെന്റ് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു. 7916 മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിക്ക് നേപ്പാൾ ഗവൺമെന്റ് ടെൻസിംഗ് പീക്ക് എന്ന പേര് നൽകി. അതിന് സമീപത്തായി ഹിലാരി പീക്ക് എന്ന കൊടുമുടിയുമുണ്ട്. പർവ്വതാരോഹണ ചരിത്രത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ അദമ്യമായ സാഹസിക തൃഷ്ണയെ പരാമർശിക്കുന്ന അവസരങ്ങളിലെല്ലാം ഹിലാരിയുടെയും ടെൻസിംഗിന്റെയും പേര് ഓർമ്മിക്കപ്പെടും.